സതീശന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, പിണറായിക്ക് പറ്റൂല. ഇതൊന്നും ഈ വിജയം ശരിക്കും ഇവിടുത്തെ ന്യൂ ജനറേഷന്റെ വിജയവും. ചെറുപ്പക്കാരാണ് ഈ നാടിനെ രക്ഷിക്കേണ്ടത്. നാടിനെ എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ടാവും. എന്റെ പ്രതി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. എന്താ ശരിയായത്? പത്തനംതിട്ടയിൽ പിണറായി വിജയൻ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കുന്നത് പ്രവർത്തനോട്. ഇപ്പൊ ജനം വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞല്ല ജനം. അത് ജനങ്ങളല്ലേ തീരുമാനിക്കണം, അതല്ല. കേരള ജനത കടക്ക് പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ UDF തിരിച്ചു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുത്താണ്. സതീശൻ മുത്താണ്. എറണാകുളത്ത് വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ. വലിയ ആവേശത്തിലാണല്ലേ? അതെ 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 തീർച്ചയായിട്ടും. 10 വർഷത്തെ കടമുണ്ട്, 10 വർഷത്തെ കടമുണ്ട്. തിരിച്ചു വിട്ടാണല്ലോ. സതീശന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, പിണറായിക്ക് പറ്റൂല. ഇതൊന്നും ഈ വിജയം ശരിക്കും ഇവിടുത്തെ ന്യൂ ജനറേഷന്റെ വിജയമാണ്. അതായത് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, അവർക്ക് തൊഴിലില്ല. മെയിനായിട്ട് വിദ്യാസമ്പന്നനാണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാവരും തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് തൊഴിലില്ല. പഠിച്ചതിന് ശേഷം പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഈ 10 വർഷം ഭരിച്ചിട്ട് അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന സർക്കാർ അത് മുഖ്യമായിട്ട് ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന പഠിച്ച് നല്ല ഉന്നതങ്ങളിൽ പാവപ്പെട്ട വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്കൊരു തൊഴിലുണ്ടാക്കി കൊടുക്കുക. ഞങ്ങളുടെയൊക്കെ കാലം കഴിയാൻ പോണു. ചെറുപ്പക്കാരാണ് ഈ നാടിനെ രക്ഷിക്കേണ്ടത്. നാടിനെ എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ടാവുള്ളൂ. അവർക്ക് തൊഴിൽ വേണം. വിദ്യാഭ്യാസം അവർക്ക് കയ്യിലുണ്ട്. തൊഴിൽ സാധ്യത സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അതിപ്പോൾ കഴിഞ്ഞ സർക്കാർ അത് പോയി. ഇനി അടുത്ത വരുന്ന സർക്കാർ മെയിനായിട്ട് എല്ലാം ന്യൂ ജനറേഷൻ ഇവിടെ ജീവിക്കണം. അവർക്ക് ഇവിടെ നമ്മുടെ നാടാണ്. അന്യനാട്ടിൽ പോയിട്ട് അവർ ജീവിക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ മുൻകൈ എടുക്കണം. ഈ പിണറായിസത്തിനെതിരെയുള്ള ഒരു വോട്ടായിരുന്നു ഇത്തവണത്തെ. തീർച്ചയായും മെനക്കെട്ട ഭരണം അവസാനിച്ചില്ലേ, നാരകീയ ഭരണം. അത് അവസാനിപ്പിച്ചാണ് ഞങ്ങൾ. 6 ദിവസം പണികളായിട്ട് ഓർക്കണ്ട. പിണറായി ഇത് ചെയ്തിട്ട് 6 ദിവസം പണിയെടുത്തിട്ട് ആരുമില്ല. എല്ലാവരും 3 ദിവസം 2 ദിവസമൊക്കെ പണിയണത്. ബംഗാളികൾക്ക് പണിയുണ്ട്, ഇവിടെയുള്ളവർക്ക് പണിയില്ല. എൻ്റെ പ്രതി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. എന്താ ശരിയായത്? ഒന്നും ശരിയായിട്ടില്ല. അതൊക്കെ നശിക്കുന്നല്ലാതെ ഒന്നും ശരിയായിട്ടില്ല. ജനങ്ങൾ ശരിയാക്കിയോ? ജനങ്ങൾ ശരിയാക്കുമല്ലോ. എനിക്ക് ഭരണം വന്ന് ജയിക്കും, നല്ലൊരു ഭരണം വന്ന് ജയിക്കും. ജനങ്ങൾക്ക് വേണ്ടത് 2000 രൂപ പെൻഷനൊന്നുമല്ല. അത് കൊടുക്കുന്ന നല്ല 2000, 3000, 5000 വരെ കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു 75,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷമൊക്കെ ഇവർ വാങ്ങിക്കണ്ടല്ലോ. ഇത് വീട്ടിലിരുന്നിട്ട് വെറുതെ പെൻഷൻ മേടിക്കുന്ന ആളുകളില്ലേ, ഈ പെൻഷനൊക്കെ വെട്ടിക്കുറക്കണം. 1 ലക്ഷം രൂപ പെൻഷൻ മേടിക്കണ 50 ഇവർക്ക് 55, 56 വയസ്സ് വരെയും ഇവർക്ക് കൊടുക്കേണ്ട ശമ്പളം 1.5 ലക്ഷം ശമ്പളം കൊടുത്തിട്ട് പിന്നെ അവർക്ക് 75,000 രൂപ പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. 1.5 ലക്ഷം ശമ്പളം മേടിക്കണ 75,000 പെൻഷൻ കൊടുക്കണം. അതൊക്കെ വെട്ടിക്കുറക്കണം. സർക്കാർ ഇത്രയും കാലം 56 വയസ്സ് വരെ 58 വയസ്സ് വരെയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന കാശല്ലേ ഇത്. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് അത്രയും കാലം അവർ ജീവിച്ചു, അവരുടെ കുടുംബവും ജീവിച്ചു. ബാക്കി അതൊക്കെ വെട്ടിക്കുറച്ചിട്ട് ഇവർക്ക് മാത്രം മറ്റുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ. 2000 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം 3000 രൂപ സർക്കാർ കോൺഗ്രസ് സർക്കാർ കൊടുക്കാൻ പോകുന്നുണ്ട്. കൊടുക്കുക, നല്ല കാര്യം, കൊടുക്കട്ടെ, നല്ലതാണ്. അതൊക്കെ നല്ല കാര്യങ്ങൾ. പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്കൊക്കെ കിട്ടണത് അതല്ല ഞാൻ പറഞ്ഞത്. ഈ 58 വയസ്സ് വരെയും പണിയെടുത്ത് നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് അവർക്ക് ഈ കൊടുക്കുന്ന 1 ലക്ഷം, 1.5 ലക്ഷമൊക്കെ പെൻഷനായിട്ട് കൊടുക്കുന്ന അത് പകുതിയാക്കണം. ആ കാശൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ എന്തെങ്കിലും സംവിധാനം ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഒരു തൊഴിൽ മേഖലയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ രക്ഷപ്പെടും. ഈ പത്തനംതിട്ടയിൽ പിണറായി വിജയൻ പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കുന്നത് പ്രവർത്തനോട്. ഇപ്പം ജനം വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞല്ല ജനം. അത് ജനങ്ങളല്ലേ തീരുമാനിക്കണം, അതല്ല പിണറായി വിജയനല്ലേ തീരുമാനിക്കണം. ജനങ്ങൾ അതിനുള്ള ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അതെ 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 തീർച്ചയായും വേറെ ഒന്നും പറയാനില്ല. ഈ UDFന്റെ ഒരു മുന്നേറ്റത്തെ പറ്റി അത് നമ്മളുടെ തന്നെ വിജയമാണ്. കാരണം നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ. അപ്പം നമ്മൾ അത് വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഉന്നതമായ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ അത് പാർട്ടി തീരുമാനിക്കാൻ ആരും മുഖ്യമന്ത്രി ഒന്നും ഇപ്പോഴൊന്നുമില്ല. അത് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞില്ലേ. ഇപ്പം വീട്ടിലിരിക്കണ ഗതികേടായ അതല്ലേ ഇല്ല, അത് മനസ്സിലാക്കണം മുഖ്യമന്ത്രി. എനിക്ക് പറയാനുള്ളത് ഇത് കോൺഗ്രസിൻ്റെ വൻ വിജയം
അത് വി ഡി സതീശൻ തന്നെ വന്നം മുഖ്യമന്ത്രിയായിട്ട് സതീശൻ വന്നാൽ മാത്രം ഇവിടെ ജനങ്ങൾക്ക് തൊഴിലുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരണം, അതേ ഉള്ളു. പതുക്കെ പതുക്കെ ആകുമെന്ന് നമുക്ക് ആശിക്കാം അല്ലേ? തീർച്ചയായിട്ടും എന്തായാലും വലിയ ഇതിനകത്ത് പറഞ്ഞ ഈ ഒറ്റ കാര്യമുള്ളൂ, ഏത് സർക്കാർ മാറി വന്നാലും ജനറേഷനെ സംരക്ഷിക്കണം, അവർക്കിടെ തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കണം. അവർക്ക് വേണ്ടത് അതാണ്. ജനറേഷൻ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അന്യ നാട്ടിൽ പോയി ജോലി ചെയ്യുക, അത് ഭയങ്കര കഷ്ടമാണ്. പിണറായിയെ കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല. ഉറപ്പായിട്ടും കേരള ജനത കടക്ക് പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ UDF തിരിച്ചു വന്നിരിക്കുകയാണ്. വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 6 റൗണ്ട് എണ്ണീപ്പ് പോലും പുറവിലാക്കാൻ ഒരു മുഖ്യമന്ത്രിയെ സാധിച്ചെങ്കിൽ അതൊക്കെ വലിയ തോൽവി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലുള്ള തോൽവിയായിട്ടാണ് അബ്ദുൾ റഷീദ് അവിടെ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം പിണറായി മുമ്പോട്ട് വന്നാൽ പോലും അത്ര ചരിത്രമായിട്ട് 6 റൗണ്ട് അടക്കം മുന്നിൽ നിന്ന് നയിച്ച കാരണം അബ്ദുൾ റഷീദിന് അഭിമാനിക്കാനുള്ള നിമിഷമാണ്. കേരളത്തിൽ UDF തിരിച്ചു വരികയാണ് ശക്തമായി. കിടക്ക് പുറത്തെന്ന് പറഞ്ഞ പിണറായിനെ വീട്ടിയിരുത്താൻ UDF ശക്തമായി മുമ്പോട്ട് വരികയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. എന്തായാലും നമുക്കിനി കാത്തിരിക്കാം. ഇനി അടുത്തത് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ്. അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. കൊച്ചിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.